മകളെ മാനസമാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്നലെ മകളെന്നോട് ചോദിക്കുകയാണ്, അച്ഛാ കുർബാസംഗം വരുമോ? ഇവരാവിടെ പേടിച്ചിരിക്കും. ശരിയാണ് ചേട്ടാ. അതിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്രയും ഭീതി ജനിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്. കാരണം പത്രമാധ്യമങ്ങളിൽ മുഴുവൻ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് കുറുവാ സംഘം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കുറുവാ സംഘം? അപ്പോൾ നമ്മൾ അത് അറിയിക്കുക എന്നുള്ളതാണ്. കുറുവാ സംഘം എന്ന് പറയുന്നത് ഇവർ ശരിക്കും തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള തിരുട്ട് ഗ്രാമത്തിലുള്ള മോഷ്ടാക്കളെയാണ് കുറുവാ സംഘം എന്ന് വിളിക്കുന്നത്. കുറുവാ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമിഴ്നാട് ഇന്റലിജൻസ് ആണ് അവർക്ക് ആ പേര് കൊടുത്തത്, കുറുവാ സംഘം എന്നുള്ളത്. ഇത് നമുക്ക് ഇപ്പോഴാണ് ഇപ്പം ന്യൂസ് ഒന്നുകൂടെ വീണ്ടും വന്നതാണ്. അവർ ഇതിനു മുന്നും കേരളത്തിൽ വന്നിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട്, കോഴിക്കോടായിട്ടും പാലക്കാടായിട്ടും ഒക്കെ. അപ്പോൾ ഇവരൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മോഷ്ടാക്കൾ എന്നതിലുപരി ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനകളും നൽകാത്ത മോഷ്ടാക്കളാണ്. അതായത് ക്രൂരമായ സ്വഭാവമുള്ള, അവർക്ക് മോഷ്ടിക്കുമ്പോൾ അവർക്ക് എതിരെ എന്ത് നിൽക്കുന്നു അവരെ കൊല്ലാൻ പോലും മടി ഇല്ലാത്ത ടീമാണ്. ഇത് ഇവരുടെ കുലത്തൊഴിലാണെന്ന് നമ്മൾ പറയണം. അതെ, നമ്മൾ മോഷ്ടാക്കൾ എന്നതിലുപരി ഇവർക്കൊരു പ്രൊഫഷണലാണ്. കാരണം അവരുടെ സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ തന്നെ വ്യത്യസ്ത. കാരണം നമ്മളെ പോലെ ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരാണെങ്കിൽ അവർക്ക് അതൊരു ജോലിയാണ് മോഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഏതറ്റം വരെ പോവാനും അവർ റെഡിയാക്കില്ല. അതെ, പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ ഒരു സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. കാരണം വീടുകളിൽ 1 മണി മുതൽ കുറച്ച് 3 മണി വരെയുള്ള സമയമാണ് ഇവർ മോഷണത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഡീപ് സ്ലീപ്പ് ആയിരിക്കും. ആ ഡീപ്പ് സ്ലീപ്പാണ്. നമ്മൾ അത്രയും നൈറ്റിൽ ആരും തന്നെ എന്ത് ചെയ്യൂല, പുറത്തൊന്നും ഉണ്ടാവൂല. കാരണം അത് മാത്രമല്ല, ഇവരൊരു സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ വീട്ടിൻ്റെ ടാപ്പ് തുറന്നിടുക. വെള്ളം നല്ല ശക്തിയായിട്ട് ഒഴുകുന്നതായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും വീട്ടിലൊരാൾ മോട്ടോർ ഓഫ് ചെയ്തില്ല അല്ലെങ്കിൽ ടാപ്പ് ഓഫ് ചെയ്തില്ല എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങും. ആ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇവരെന്ത് ചെയ്യാണ്, അടിച്ച് കയറുകയാണ് വീട്ടിലേക്ക്. അതിൽ കുട്ടികളുടെ സ്വരം ഉണ്ടാക്കുക. അതെ, കുട്ടികൾ കരയുന്ന സൗണ്ട് ഉണ്ടാക്കുക. പിന്നെ മൃഗങ്ങളെ ശബ്ദം, അതായത് പെട്ടെന്ന് ഞെട്ടി ഉണർത്തുന്ന രീതിയിലേക്കുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇവർ ഒരു ടീമായിട്ടാണ് വരിക. അപ്പോൾ ഒരു 3 പേരെങ്കിലും അവരുടെ ഒരു സംഘത്തിലുണ്ടാവും. കാരണം അത് അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടാണെങ്കിലും അവർ മോഷണം, അവരെന്തിനാണോ വരുന്നത് ആ ലക്ഷ്യത്തിൽ കണ്ടിട്ടേ അവരുടെ ജോലി തീർക്കുക. അതെ, അവർ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങിലാണ് വരിക. ഒരു വീട് അവർ സെലക്ട് ചെയ്യുമ്പോൾ അവർ കൃത്യമായ പ്ലാനിങ്ങിലാണ് വരിക. പിന്നെ അവരെ സെലക്ഷൻ തന്നെ ഭയങ്കര കൗതുകരമാണ്. നമ്മൾ ചിലപ്പോൾ ഈ കത്തി മൂർച്ച കൂട്ടാൻ അങ്ങനെയൊക്കെ നമ്മളെ വീട്ടിലേക്ക് ആളുകൾ വരുന്നുണ്ട്, ആക്രി പെറുക്കിയിട്ട്, അതുപോലെ ഈ പുതപ്പ് സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാർ. അപ്പോൾ ഇവരാദ്യം കുറച്ച് ടീമിനെ വിട്ടിട്ട് അവർക്ക് കയറേണ്ട വീട് സ്കെച്ച് ചെയ്ത് വെക്കും. അതിനവർ ഒരു മാർക്ക് ചെയ്യും. ഒന്നുകിൽ ജനലിന് സൈഡിൽ അല്ലെങ്കിൽ മറ്റേ പില്ലറിൽ ഗേറ്റിലൊക്കെ അവർ രാത്രി കയറാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ആ മാർക്കിംഗ് സിസ്റ്റം അവർ ചുണ്ണാമ്പ് കൊണ്ടൊക്കെ വരച്ചിടും എന്നാണ് പോലീസുകാർ പറയുന്നത്. കാരണം അങ്ങനെ നമ്മൾ ആദ്യം പകൽ അവർ വന്ന് സ്കെച്ച് ഇട്ട് പോകാന്ന് പറയില്ലേ നമ്മൾ, അപ്പോൾ വീട് സ്കെച്ച് ഇട്ട് പോകും. ഒറ്റ ദിവസം കൊണ്ടുള്ള ഓപ്പറേഷൻ അല്ലല്ലോ. ഒരിക്കലല്ല. കാരണം അവരത് കൃത്യമായിട്ട് അവിടുന്ന് ആ ഗ്രാമത്തിൽ നിന്ന്, ഇപ്പൊ ഇത് തമിഴ്നാട് തിരുച്ചിറപ്പള്ളി മാത്രമൊന്നുമല്ല, ഈ തിരുനെൽവേലി, മധുരൈ, പിന്നെ ഞാനിപ്പോൾ അമ്മാവനും കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആന്ധ്ര കഴിയുമ്പോൾ റെനിഗുണ്ട എന്ന് പറഞ്ഞ ആ സമയത്ത് മാമൻ പറഞ്ഞു എന്നോട്, ഫോണും കാര്യങ്ങളൊക്കെ വളരെ സേഫായി വെക്കണം, ഇതൊരു തിരുട്ട് ഗ്രാമമാണ്. ഞാൻ അപ്പോഴാണ് ശരിക്കും എന്താണ് അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുന്നത്. അപ്പോൾ തിരുട്ട് ഗ്രാമം എന്ന് പറഞ്ഞാൽ ഫുള്ള് അവിടേക്ക് പോലീസുകാർക്ക് വരെ കടക്കാനൊരു ഭീഷണിയുള്ള സ്ഥലമാണ്. ഈ നമ്മുടെ തന്നെ ഓഫീസിൽ നമ്മുടെ ക്രൂ മെമ്പേഴ്സിന്റെ ക്യാമറ മോഷണം പോയിട്ടുണ്ട്. 7 ലക്ഷത്തോളം വില വരുന്ന മൊത്തം ക്യാമറ സെറ്റ് ഈ റെനിഗുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട്, അതിന്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്താ വെച്ചാൽ, പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ക്രൂ പോയിട്ട് 2 ദിവസത്തോളം ഇരുന്നു. ഒരു തരത്തിലുള്ള ഇടപെടലുകളോ, പോലീസിന് പൈസ ഇടുന്നുണ്ടാവും. അത് മാത്രമല്ല, പോലീസിന് പോലും ഭയമാണ് അവരെ ഏരിയയിലേക്ക് പോയിട്ട്. അപ്പോൾ നമ്മൾ 7 ലക്ഷം രൂപയുടെ ക്യാമറ അടങ്ങുന്ന മൊത്തം ബാഗും അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം അവർ അടിച്ചുകൊണ്ട് പോയി. ഇത് മറ്റൊരു യു.പിയില്, ബംഗാളില്, പല സ്ഥലത്തുണ്ട്. പല സ്ഥലത്തുണ്ടെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ ഇവിടേക്ക് ഇപ്പം ബംഗാളികൾ നിറഞ്ഞതുകൊണ്ട് ഇനിയാണ് മലയാളിക്ക് പേടിക്കേണ്ടത്. കാരണം കേരളത്തില് മലയാളി ഇല്ലാതാവുക. അത് മാത്രമല്ല, പണ്ടത്തെ കാലത്ത് നമുക്ക് നാട്ടിൽ ഒരാളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നു. ഇപ്പൊ നമുക്ക് നാട്ടിൽ വരുന്ന ആൾക്കാർ ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണെന്ന് ഒരാൾക്കും ഇല്ലേ. ഇപ്പൊ ചേട്ടൻ അറിയോ, നമ്മള് കവലയിൽ തന്നെ ഒരുപാട് പേര്. അപ്പൊ എന്റെ കവലയിലൊക്കെ കാലത്തെ ഉള്ളത് ബംഗാളികളെ കൂടുതൽ. അപ്പൊ നമ്മളിപ്പോ പെരുമ്പാവൂരെ കണക്കെടുത്ത് കഴിഞ്ഞാലും അത്രയേറെ 2.5 ലക്ഷം 3 ലക്ഷം ബംഗാളികളാണ് അവിടെ താമസിക്കുന്നത്. അതുമല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഓരോ വീടുകളിലും ഈ അമ്മമാരോ അച്ഛന്മാരോ
വയസ്സായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതും പെരുകിരി. കാരണം മക്കളൊക്കെ അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ പോയിട്ട് ഈ മറ്റേ വാർദ്ധക്യമായ ആൾക്കാരെ വൃദ്ധന്മാരെയൊക്കെ വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കിയിട്ടാണ്. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനുള്ള കരുതൽ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയവും ഒരു അക്രമം നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ സേഫ് അല്ല എന്ന് മനസ്സിലാക്കാം. അതെ, നമ്മൾ സേഫ് അല്ല തീർച്ചയായും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കിടക്കാൻ നേരത്ത് മൊത്തം ഡോറും എല്ലാം ക്ലോസ് ആണ്, എല്ലാ ടാപ്പും ഒക്കെ ഓഫാക്കിയിട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായ ധാരണ വരുത്തുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഡോറ് ഇപ്പം നമ്മൾ റീലിലൊക്കെ കാണുന്നുണ്ട്, ഡോറ് തുറക്കുകയാണെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം ആ ഡോറിൻ്റെ സൈഡിലായിട്ട് കൊണ്ടുവെക്കുക. കാരണം അത് തുറക്കുമ്പോൾ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഏതൊരു കള്ളനും ആദ്യം അവിടെ പിന്നെ കയറാൻ നിൽക്കില്ല എന്നാണ് ഒരു സൈക്കോളജി. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ സൈക്കോളജി പഠിച്ച ഇവര്. അതെ, അത്രയേറെ. കാരണം അവര് പ്രൊഫഷണൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക്, എന്നാലും നമ്മളൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക്, പിന്നെ നമ്മളെ സുരക്ഷ മുൻകരുതൽ എന്ന നിലയ്ക്ക് നമ്മൾ എന്തെങ്കിലും ആയുധങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് എടുത്തു വെക്കുക, പെട്ടെന്ന് എടുത്ത് പ്രയോഗിക്കണം. കാരണം ഇവര് ഈ ഇരുമ്പ് വടി, കോടാലി, ദണ്ട് അങ്ങനത്തെ കാര്യങ്ങളും ആയുധങ്ങളുമായിട്ടാണ് വരുന്നത്. കൂടാതെ എണ്ണയൊക്കെ ശരീരത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഒരു യുവാവ് പോയിട്ട് ഇവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഈ എണ്ണ ഇതാക്കിയത് കാരണം അവർക്ക് പിടിക്കാൻ കിട്ടിയില്ല. ഇപ്പൊ തൊട്ടടുത്ത് തന്നെ നമ്മളിപ്പോ എറണാകുളത്ത് തന്നെയാണെങ്കിൽ കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിൽ നിന്ന് അവരെ പിടിച്ചു എന്ന് പറഞ്ഞു. ഇവര് വന്നിട്ടേ ഈ നമ്മുടെ തന്നെ വീടിൻ്റെ അടുത്തുള്ള റബ്ബർ തോട്ടം, ഈ അങ്ങനെ മറ്റുള്ളവർ കയറി വരാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് താവളടിക്കുന്നത്. അതെ, കാരണം ഇപ്പൊ തന്നെ അവിടുന്ന് പിടിച്ച പിന്നെ ആ യുവാവിനെ നോക്കുകയാണെങ്കിൽ ഈ മണ്ണിനടിയിൽ കുഴി ഉണ്ടാക്കിയിട്ട് ടാർപോൾ വിരിച്ച് അതിനുള്ളിലാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം അവരുടെ സേഫ്റ്റി നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിന്തിക്കാൻ പറ്റുമോ? മണ്ണിനടിയിൽ കുഴി വെച്ചിട്ട് കിടക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും. അപ്പൊ അവരുടെ ഈ സ്ത്രീകളെ, അവരുടെ ഭാര്യയും അമ്മയൊക്കെ പറയുന്നത് അവർ കുറുവാ സംഘം അല്ല, നമ്മളിങ്ങനെ ആക്രി പെറുക്കി ജീവിക്കുന്നത്. അതിനകത്തും വേറെ സംഭവം കേട്ടോ. ഈ കുറുവാ സംഘത്തിന്റെ മറവില് ഒരു മലയാളിക്കും ചെയ്യാത്. തീർച്ചയായും. പിന്നെ ഇപ്പം അത് മാത്രമല്ല, ഇപ്പം സ്പൈ വർക്ക് നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ ആളില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്മീഷൻ ബേസിലായി ഈ മോഷണമൊക്കെ. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു മലയാളി തന്നെ ബംഗാളിനെ വിളിച്ചു പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ടീമിനായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ ഇത്ര പാതി അങ്ങനെ ഒരു സിസ്റ്റം. അത് മാത്രമല്ല, ഈ കുറുവ ടൈപ്പ് മോഷണം ഇനി എന്ത് ചെയ്യും, മലയാളികളും ചെയ്തു തുടങ്ങും, അവരും ഇത് ഏറ്റെടുത്ത് തുടങ്ങും അല്ലേ? കാരണം ഇതങ്ങോട്ട് ബ്ലെയിം അങ്ങോട്ടേ പോകുള്ളൂ, ഇവരെ ആരും നോക്കാൻ പോകുന്നില്ല. അവര് ഒരു ലക്ഷ്യത്തോടെയാണ് ഇപ്പൊ ഇവിടേക്ക്, ഇപ്പൊ തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അവർ കയറുന്നത് കൃത്യമായ ലക്ഷ്യം. നമ്മൾ കേരളത്തിൽ വരുന്നു, ഇത്ര രൂപയായിട്ടാണ് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ആ ലക്ഷ്യം നിറവേറ്റാൻ അവർ വളരെ ക്രൂരമായ രീതിയിലാണ് മോഷണം നടന്നത്. അപ്പം ആര് തടയുന്നോ അവരെ അടിച്ചു കൊല്ലുക, അതിന്റെ മേലെ വേറെ ഒന്നും അവർ നോക്കുന്നില്ല. കാരണം ഇതിനകത്ത് തന്നെ എന്നോടൊരു പോലീസ് ഓഫീസർ പറഞ്ഞാൽ, ഈ മോഷണം നടക്കുമ്പോൾ ഒരാൾ സംഘത്തലവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും, ഈ കിട്ടുന്ന സാധനം അയാളെ ഏൽപ്പിക്കുക. പിന്നെ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സംഘത്തലവനെ എങ്ങനെ രക്ഷപ്പെടുത്തുക, ഇവർ പിടികൊടുത്താലും. അത് മാത്രമല്ല, ഈ സംഘത്തലവനാണ് പോലും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമായി നമ്മളെ SP ഒക്കെ പറയുന്നത് കേട്ടു. പിന്നെ പാലക്കാട് പിടിച്ച സമയത്ത് ഇയാള് ഈ കാട് വെട്ടാനൊക്കെ വീടുകളിൽ പോവുക, എന്നിട്ട് ആ സ്ഥലം നോക്കി വെക്കുക, എന്നിട്ട് ഇയാൾ ഈ രണ്ടുപേരെ, കുറുവാ സംഘത്തിലുള്ള രണ്ടുപേരെ വിളിച്ചു വരുത്തും. എന്നിട്ട് ആ വീട് സ്കെച്ച് ഇട്ടതിന് ശേഷമാണ് അവർ മോഷണം നടത്തുന്നത്. മോഷണത്തിൽ തന്നെ അവർ കൃത്യമായ പ്ലാനിങ് ആണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പേടിച്ചിട്ട് അവർക്ക് ഒരു തരത്തിലുള്ള പേടിയില്ല. കാരണം ആയോധന കലകള് പഠിച്ചു വെച്ച അഡ്വക്കേറ്റ് വരുന്നുണ്ടെന്ന് ഇതില് ഒരു ശമ്പളം, അതായത് കിട്ടുന്ന മുതലിന്റെ പാതി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് അത് വക്കീലിന് വാദിക്കാൻ വേണ്ടി, കേസ് വാദിക്കാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോ നമുക്ക് സത്യം പേടിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. കുട്ടികൾ പറഞ്ഞാല് പേടി എന്നതിലുപരി നമ്മൾ കൃത്യമായ ജാഗ്രത പുലർത്തുക. അതിന് ജാഗ്രതയുടെ പറഞ്ഞപ്പോഴൊക്കെ നമുക്ക് മലയാളിക്കൊരു സ്വഭാവമുണ്ട്, വീട്ടിൽ ഈ വരുന്ന പാക്കറിക്ക് വന്നാലും നമ്മൾ ഈ കഥ തുറന്നിട്ടേക്ക് അകത്തേക്ക് പോകണം. അതെ അതെ അതെ, തീർച്ചയായും. നമ്മൾ കൂടുതൽ ഇവരെ അകറ്റി നിർത്തുന്നില്ല. ഇല്ല. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇവരോട് നമുക്ക് ഓവർ ഈ സ്ട്രോങ് ആയിട്ട്, ഇപ്പം ചിലപ്പോൾ വീട്ടിൽ അമ്മ മാത്രമുള്ള, സ്ത്രീകൾ മാത്രമൊക്കെ ഉള്ള സമയമായിരിക്കാം. അപ്പോൾ അവരോട് നമുക്ക് ഓവർ ഷൗട്ട് ചെയ്യാനും പറ്റില്ല. കാരണം ഏത് സമയത്താണ് ഇവർ അക്രമാസക്തരാവുക എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവർ ആക്രി പിന്നെ പെറുക്കാനെന്ന മട്ടിൽ വന്നുകൊണ്ട് തന്നെ ഇവരെടുത്ത് ആയുധങ്ങളുണ്ടാവും. ഏത് സമയം ഒരു അക്രമം അവർ അയച്ചു വിടും. കാരണം അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, മോഷ്ടിക്കുക, രക്ഷപ്പെട്ടു. അവരെന്തിനാണോ അവരെ പിടികൊടുക്കാതിരിക്കുക. അപ്പോൾ അതിന് വേണ്ട എല്ലാ പരിപാടികളും അവർ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി പുറത്തുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർ ജാഗ്രതയോടെ ഇരിക്കുക. ഏത് സമയവും നമ്മളെ വീട്ടിലേക്കും ഇവർ കടന്നു വരാം. അപ്പോൾ അതിന് വേണ്ട ജാഗ്രതയോടെ നമ്മൾ എന്ത് ചെയ്യണം, ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പോലീസുകാർ അല്ലേ, പോലീസുകാർ കുറെ ഇൻസ്ട്രക്ഷൻസ് പറയാനുണ്ട്. നമ്മൾ പാലിക്കണ്ട്, പുറത്ത് ലൈറ്റ് ഇടുക. അതെ, പുറത്ത് ലൈറ്റ് ഇട്ട് വെക്കുക. ഇനി ക്യാമറ ഉണ്ടെങ്കിൽ അത് ഓണാക്കി വെക്കുക. പിന്നെ പുറത്തുനിന്ന് എന്ത് ശബ്ദം കേട്ടാലും ആദ്യം ചാടി പോയിട്ട് തുറക്കാതിരിക്കുക.
അല്ലെ, ജനൽ തുറന്നിട്ട് ആരാണ് ജനലിനടുത്തേക്ക് വരും, ആരാന്ന് കണ്ടതിന് ശേഷം തുറക്കാം എന്നൊക്കെ പറഞ്ഞു. അയൽ വീടുകളുമായിട്ട് മൊബൈലിലാണെങ്കിൽ പോലും കണക്ഷൻ വേണം, പെട്ടെന്ന് വേണം. പിന്നെ മറ്റ് നമ്പറുകൾ, ഈ ഫയർഫോഴ്സ്, പോലീസ്, ആംബുലൻസ് സർവീസ്, അങ്ങനത്തെ നമ്പറുകൾ നമ്മളെ കയ്യിൽ എല്ലാവർക്കും പെട്ടെന്ന് ഒരു ക്ലിക്കിൽ അവരെ കോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് സേവ് ആക്കി വെക്കുക. അത് പ്രായമായവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം. കാരണം പല പ്രായമായവർക്കും അറിയില്ല. ഇപ്പം 100-ലേക്ക് വിളിച്ചാൽ പോലീസ് അല്ലെ 112 വിളിച്ചു കഴിഞ്ഞാൽ എമർജൻസി നമ്പർ ആണെന്നൊന്നും പലർക്കും അറിയില്ല. അപ്പം അങ്ങനൊരു ബോധ്യം കൂടെ നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ വേറെ സംഭവം, നമ്മുടെ പല വീടിന്റെ ഫ്രണ്ട് ഡോറാണ് സ്ട്രോങ്, ബാക്ക് ഡോറിനെ പറ്റി നമ്മൾ മൈൻഡ് ചെയ്യണം. അതെ, തീർച്ചയായും അത് പോലീസ് പറയുന്നുണ്ട്. അതെ, വളരെ സേഫ് ആയ ഡോർ നമ്മൾ ഫ്രണ്ടിലാണ് ലക്ഷങ്ങൾ മുടക്കിയിട്ട് വെക്കുക, ബാക്ക് ഡോർ 10,000 രൂപ വെക്കും. അതെ. അപ്പൊ അതും കാരണം ഇപ്പൊ പലരും പക്ഷെ ബെൽറ്റൊക്കെ ഇട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ എത്ര സാധ്യതകൾ ഉണ്ടെങ്കിലും ഇവർ കടന്നു വരാൻ സാധ്യത കൂടുതൽ. ഒരു തസ്കറിന്റെ ആത്മകഥ എന്ന് പറഞ്ഞ ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഏത് മനുഷ്യൻ പണിത വീടാണെങ്കിൽ അവിടെ കയറാൻ ഏത് കള്ളനും പറ്റും. കാരണം നമ്മളിപ്പോ ചിന്തിക്കും പോലും അല്ല, അവർക്കൊരു പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, തല കടന്നു കഴിഞ്ഞാൽ ഉടല് കടക്കും എന്നാണ്. അപ്പോൾ ഒരു ജനലിനുള്ളിൽ കൂടെ തല കടത്താൻ പറ്റുമെങ്കിൽ ആ കള്ളൻ ഉടല് കടത്തി അതിൽ കയറിയിരിക്കും. നമുക്ക് പോലും ഒരു പിടുത്തം കിട്ടാത്ത രീതിയിലായിരിക്കും അത് അവർ മോഷ്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ കുറുവ സംഘത്തിന്റെ ടീം ആണെങ്കിൽ അവര് വെൽ പ്രിപ്പയർഡ് ആണ്. കറക്റ്റ് എവിടെയാണ് പൈസ, അതെ, അവരുടെ സൈക്കോളജി, മനുഷ്യന്റെ സൈക്കോളജി മനസ്സിലാക്കി നമ്മളൊരു വീടിന്റെ മൊത്തം ജോഗ്രഫിക്കലി അവരത് പഠിച്ചിട്ട് അപ്പൊ അത് കൃത്യമായിട്ട് ആ ഏരിയ പഠിച്ചിട്ട് അവര് കക്കാൻ കയറും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് കയറുന്നല്ല, അവര് വീടിനെ സ്കെച്ച് ഇട്ട് അവിടെ എന്തൊക്കെ എപ്പൊക്കെ കഥ കടക്കും, എപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ പെരുമാറ്റങ്ങൾ, അവിടുത്തെ അയൽവാസികളുടെ രീതി, ഇതൊക്കെ പഠിച്ചിട്ടേ അവർ കയറും. കാരണം അവരൊരു സാധനം സ്കെച്ചിട്ട് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുക എന്നുള്ളത് അവരുടെ ഒരിതാണ്. കാരണം നമ്മളെപ്പോലെ ഇവിടുത്തെ പോക്കറ്റ് അടിക്കാരെ പോലെയോ അല്ലെ അങ്ങനത്തെ കള്ളന്മാരൊന്നുമല്ല. കാരണം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സ്വർണ്ണപ്രാന്തന്മാര് മലയാളിയാണ്. അതെ, മലയാളികളാണ്. അവർക്കറിയാം, ഒരു വീട്ടിൽ മിനിമം ഒരു 5 പവനെങ്കിലും ഒരു വീട്ടിലുണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അനാവശ്യമായ ആഭരണങ്ങൾ ഇട്ട് പുറത്ത് ഇത് കാണിക്കാതെ, പിന്നെ വീട്ടിൽ സൂക്ഷിക്കാതെ ബാങ്ക് ലോക്കറിലൊക്കെ വെക്കാം. പിന്നെ നമ്മൾ മറ്റ് ശബ്ദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലും ഒരു ആളുടെ ആരോഗ്യ സൗകര്യമോ അല്ലെങ്കിൽ ആയുധങ്ങളേതോ ഇല്ലാതെ പുറത്തിറങ്ങാതിരിക്കാം. അതുകൊണ്ടായിട്ടും കാര്യമില്ല. കാരണം അവർ ഒരാളായിട്ടല്ല വരിക, അവരൊരു 3 പേരടങ്ങുന്ന സംഘമായിട്ടൊക്കെയാണ് വരുന്നത്. നമ്മൾ കാണുന്നില്ല. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന CCTVയിലൊക്കെയുള്ള ചെറിയ വിഷ്വലുകൾ കണ്ടിട്ടൊക്കെയാ. അവര് കഴിഞ്ഞ പ്രാവശ്യം വിഷ്വൽ വന്ന് 7 പേരൊക്കെ ഉണ്ട് അങ്ങനെ നിരനിരയായിട്ട് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് തീരെ മാനുഷിക പരിഗണന അവർ നൽകൂല എന്നുള്ളതാണ്. ചില കള്ളന്മാര് നമ്മള് സത്യസന്ധന്മാരായ നമ്മൾ തമാശയ്ക്ക് പറയുന്ന മീശമാധവന്മാരെ പോലത്തെ സത്യസന്ധന്മാരായ കള്ളന്മാർ എന്ന് വിളിക്കുന്നവരുണ്ട്. അതായത് കരുണയുള്ള ചില കള്ളന്മാരുണ്ട്. പക്ഷെ ഇവർക്ക് ആ ഒരു കരുണ എന്ന് പറഞ്ഞ സാധനം തീരെ ഇല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി വരും ദിവസങ്ങളിൽ ഇവരിപ്പോ നമ്മുടെ പ്രദേശത്തൊക്കെ കീഴടക്കി എന്നാണ് പറയുന്നത്. ഇനി കുറുവാന്ന് തന്നെ വെക്കണ്ട, കള്ളന്മാരെന്നുള്ള കോമൺ ആയിട്ട് മലയാളി ഉണ്ടാവാം, ചിലപ്പോൾ ബംഗാളി. ഏത് സമയവും ജാഗ്രതയോടെ നിൽക്കുകയും പോലീസ് അതിന് കൂടുതൽ പെട്രോളിംഗ്, നൈറ്റ് പെട്രോളിംഗ് ഇവിടെ പലപ്പോഴും പോലീസുകാര് അത് നമ്മൾ ശ്രദ്ധയിൽ, കാരണം അവർക്ക് പരിമിതികൾ ഉണ്ടാവാം, പക്ഷെ എങ്കിലും അതെ, പലതും കണ്ണിൽ പൊടിയിടാനെന്നുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത്. കാരണം കൃത്യമായ നൈറ്റ് പെട്രോളിംഗ് സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം പോലീസുകാർക്ക് നേരിടുമ്പോൾ നമുക്ക് നേരിടാൻ പറ്റൂല. കാരണം അവര് ഇതേപോലെ നേരിടാൻ പഠിച്ചവരാ, അല്ലെങ്കിൽ നമ്മളും ആയോധന കലയൊക്കെ പഠിച്ചവരായിരിക്കണം. കാരണം വരുന്ന കള്ളന്മാർ കൃത്യമായിട്ടും ആയോധന കലകൾ അറിയാവുന്നവരാണ് വരുന്നത്, പ്രൊഫഷണൽസ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ത്രീകൾ മാത്രം ഉള്ളൊരു വീടാണെങ്കിൽ ഈ അയൽവാസികളായാലും പിന്നെ ആരായിക്കോട്ടെ, കുടുംബക്കാരായാലും ഇത്ര സമയം കഴിഞ്ഞാൽ വരണ്ട എന്ന് കൃത്യമായിട്ട് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുക. കാരണം 12 മണിക്ക് ശേഷം വരണ്ട, അല്ലെ വിളിച്ചിട്ട് നമ്മൾ ഇന്ന സ്ഥലത്തുണ്ട്, വാതിൽ തുറക്കണമെന്ന് പറഞ്ഞാൽ മാത്രം തുറക്കുന്ന രീതിയിൽ. കാരണം ഇത് ഏത് തരത്തിലും നമുക്ക് എന്ത് ചെയ്യുക, ചൂഷണം ചെയ്യപ്പെടാം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളെ ഫാമിലി മെമ്പേഴ്സിനോടായാലും മക്കളോടായാലും ഒക്കെ പറയുക, ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോർ അടച്ച് അകത്ത് സേഫായിട്ടിരിക്കുക, പുറത്തിറങ്ങി നടക്കാണ്ടിരിക്കുക. പിന്നെ പലപ്പോഴും ശ്രദ്ധിക്കുന്ന സ്ത്രീകളൊക്കെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ രാത്രി പുറത്തേക്ക് ഇറങ്ങും, ബാക്കിലെ ഗ്രില്ലൊക്കെ. അപ്പോൾ ഇവരൊരിക്കലും കാണുപോലില്ല ഇവർ അകത്ത് കയറി പറ്റുന്നത്. അതിലെ സ്ത്രീകൾക്ക് നേരിടാനും പറ്റില്ല, പെട്ടെന്ന് അവർ പെട്ടെന്ന് ഇരുട്ടുന്നുള്ള അറ്റാക്ക് ആവുമ്പോൾ അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ കഴിയുന്നതും റൂമിനുള്ളിൽ നിന്ന് തന്നെ രാത്രി കാലങ്ങളിൽ കാര്യങ്ങൾ
കഴിച്ചുകൂട്ടാനുള്ള. അപ്പോൾ പലരും ബുദ്ധിമുട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങൾക്കും പുറത്തേക്ക് ഇറങ്ങണം ആവശ്യമുള്ള അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും ഇപ്പോൾ വീട്ടിനകത്ത് തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ എങ്കിലും നമ്മൾ അടച്ച് സേഫ് ആക്കി, അല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിൽ ആളെ കൂട്ടിയിട്ട് ഇറങ്ങാൻ പറ്റും. കരുതിയിരിക്കുക. കരുതൽ മാത്രമേ ഉള്ളൂ ഇതിന് ആകെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. തീർച്ചയായും പ്രേക്ഷകർക്ക് നിങ്ങൾ ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. കാരണം കുറുവാ സംഘം എന്നല്ല, ഏത് സംഘം വന്നു കഴിഞ്ഞാലും നേരിടാനുള്ള ജാഗ്രതയും നമ്മൾക്കുള്ള ധൈര്യവും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കുട്ടികൾക്കും അത് തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പിന്നെ കൂടാതെ കുട്ടികൾ തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ ആയോധന കലകളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അത് നല്ലതിലേക്ക് വേണ്ടി ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു.